ഞാനിപ്പോൾ ഉള്ളത് കിങ് സർക്കിൾ, അതായത് വഡാലയിലെ GSB സേവാ മണ്ഡലിലാണ്. അവരുടെ ഗണേശ പന്തലിനകത്താണുള്ളത്. നമുക്ക് നേരെ ആ ഗണേശ വിഗ്രഹത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ലോകത്തിലെ തന്നെ ഇത്ര അധികം മൂല്യമേറിയ ആഭരണങ്ങളും മറ്റും അലങ്കരിച്ച ചാർത്തിയ മറ്റൊരു ഗണേശ വിഗ്രഹം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. 69 കിലോ സ്വർണം, 340 കിലോ വെള്ളി ആഭരണങ്ങൾ കൊണ്ടാണ് ഈ ഗണേശ വിഗ്രഹം അലങ്കരിച്ചിരിക്കുന്നത്. ഈ പന്തലിനെ ആകെ ഇൻഷൂർ ചെയ്ത തുക പോലും കേട്ടാൽ നമ്മൾ ഞെട്ടും. അതൊരു ഇത്തവണയും റെക്കോർഡാണ്. 471 കോടിയിലധികം രൂപയ്ക്കാണ് ഇത്തവണ ഈ പന്തലാകെ തന്നെ ഇൻഷൂർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 70 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതലാണ്. അതിൽ 370 കോടിയിലധികം രൂപ ഈ പന്തലിലെത്തുന്ന ആളുകളുടെ സുരക്ഷയ്ക്കും മറ്റുമായാണ് ഈ നീക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പല കണക്കുകൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഗണേശ പന്തലിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ GSB ഗൗഡ സരസ്വതി ബ്രാഹ്മൺ വിഭാഗത്തിൻ്റെ ഒരു ഗണേശ പന്തലാണ്. ഇവിടെയാണ് പൂജകൾ നടത്തുന്നത്. ഇന്നു മുതൽ 5 ദിവസമാണ് ഇവിടെ പൂജ. 5 ദിവസം പൂജിക്കുന്ന ഗണേശ പന്തലുകളുണ്ട്, 7 ദിവസമുണ്ട്, 9 ദിവസമുണ്ട്. ഈ പൂജകൾക്ക് ശേഷം അത് സമുദ്രത്തിൽ അർപ്പിക്കുന്നതാണ് ഈ ഗണേശോത്സവത്തിൻ്റെ ചടങ്ങുകളുടെ അവസാന ഘട്ടം. മുംബൈയിലെങ്ങും തന്നെ ഇതുപോലെ ഗണേശ പന്തലുകൾ ഉയർന്നിട്ടുണ്ട്. ലാൽബാഗ് ച രാജ, മുംബൈ ച രാജ എന്നൊക്കെയുള്ള പേരിലാണ് ഈ പന്തലുകൾ പലതും അറിയപ്പെടുന്നത്. GSB അതിൽ അത്തരമൊരു പ്രധാനപ്പെട്ട ഒരു പന്തലാണ്. വീടുകളിലും ഇതുപോലെ ഗണേശ വിഗ്രഹങ്ങൾ എത്തിച്ച് ഇന്നിപ്പോൾ പൂജ പലയിടത്തും നടത്തുന്നുണ്ട്. ഹൗസിംഗ് സൊസൈറ്റികളുടെ നേതൃത്വത്തിലൊക്കെ ആഘോഷം നടത്തുന്നു. പ്രത്യേകിച്ച് മുംബൈയിൽ ഇതൊരു മഹാരാഷ്ട്രയുടെ സംസ്ഥാന ആഘോഷമായി ഇത്തവണ തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ ആ തരത്തിൽ വിപുലമായ ആഘോഷം നടക്കുന്ന ഇടമാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വിപുലമായി ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുന്നത് മുംബൈയിലാണ് എന്ന് പറയാം. അത്രയധികം വലിയ ഒരു ആഘോഷം ഈ ദിവസങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ അറിയാം, നിരവധി ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പോൾ പുറത്തും, ഞാനിപ്പോൾ പന്തലിനകത്താണുള്ളത്, പുറത്ത് നീണ്ട ക്യൂ, പുറത്ത് ആളുകൾ ഇപ്പോഴും അക്ഷരമായി കാത്തിരിക്കുകയാണ് ഗണേശ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി, ദർശനത്തിനായി. SKN.